അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ശാന്തി വേണോ, സമാധാനം വേണോ, റാഹത്ത് വേണോ, സന്തോഷം വേണോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കാതെ, ദിക്ർ ചൊല്ലാതെ, ഖുർആൻ ഓതാതെ, സ്വലാത്ത് ചൊല്ലാതെ, ഇബാദത്ത് ചെയ്യാതെ സമാധാനം ലഭിക്കുകയില്ല, സന്തോഷം ലഭിക്കുകയില്ല. അപ്പൊ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകണം, ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മജ്ലിസുകൾ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് അനേകായിരം ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيم ولي الله المدبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سائر الأنبياء والعلماء والشهداء والزهداء والصديقين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وحبيبنا أبو بكر الصديق رضي الله عنه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് നമ്മളെ സന്തോഷം കാണാൻ, നമ്മളെ ഈ സന്തോഷത്തിൽ നിന്നും പങ്കുചേരാനൊന്നും അവരൊന്നുമില്ല. ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട്, ഉപ്പമാര് മരണപ്പെട്ടു പോയവർക്കൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ജ്യേഷ്ഠനും അനിയനും ഭർത്താവും ഭാര്യ ഇങ്ങനെ തുടങ്ങി പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ അവരെ ഖബർ വിശാലമാക്കി കൊടുക്കുക റഹ്മാനെ. അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്.
സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ പടച്ചോനെ. ഞങ്ങളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി തരണേ പടച്ചവനെ. സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. കടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ. രോഗം കാരണം വേദനകൾ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് റബ്ബേ. അവർക്ക് നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റിത്തരണേ അല്ലാ. അതിന് ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹ കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ മുത്തനബിയുടെ മേൽ നമ്മൾ സ്വലാത്ത് പറയുകയാണ്. ഈ സ്വലാത്ത് എല്ലാവരും കാണാതെ പഠിക്കണം. സ്വലാത്തും സലാമുമാണ്. എല്ലാവരും കാണാതെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മദീന കാണാൻ ഹജ്ജും ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ സമ്പത്ത് കുറഞ്ഞവരാണ് പടച്ചവനെ. മക്കയിൽ മദീനയിലും പോകാനുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ കാണാൻ അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ഇടുകയും ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന രണ്ട് അല്ലാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഇസ്മ ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ് നമ്മൾ ചൊല്ലുന്നത്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ
الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله ഇൻഷാ അല്ലാഹ് ഇനി നമ്മളുടെ മാതാപിതാക്കൾ ഒരിക്കലും അവരെ മറക്കാൻ പറ്റൂലല്ലോ. മാതാപിതാക്കൾക്ക് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് നമ്മൾ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല. നമ്മളെ ജീവിതത്തിൽ കടങ്ങൾ തീരൂല. ദാരിദ്ര്യം പിടിച്ചുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അത്രയും പവറാണ് മാതാപിതാവിനോടുള്ള ദുആ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നിരന്തരമായി നിസ്കാരത്തിന് ശേഷമൊക്കെ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. رب ارحمهما كما ربياني صغيرا 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 رب ارحمهما كما ربياني صغيرا
صغيرا رب ارحمهما كما ربياني 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 صغيرا അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് നൽകണേ പടച്ചവനെ, കാരുണ്യം നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും നീ അകറ്റിക്കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കല്ലാ. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്ക്, സ്വർഗമാക്ക്, സന്തോഷത്തിലാക്ക്, റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ പാപങ്ങൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ദറജ ഉയർത്തണേ അല്ലാ. പാപങ്ങൾ മാപ്പ് കൊടുക്കണേ പടച്ചോനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ കൽപ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار.
النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار സ്വീകരിക്കണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹ്, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ പത്തില് മുത്തുനബി ധാരാളം ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഒരുപാട് അരിതായ്മകൾ ചെയ്തിട്ടുണ്ട്, മാപ്പ് നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ നൽകണേ അല്ലാ. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا
وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين قبول ചെയ്യണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫിലെ അവസാനത്തെ പത്തിൽ ധാരാളം ചെല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ച നരകമോചനത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ 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 اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة
الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين അല്ലാഹുവേ നരകമോചനം നൽകണേ അല്ലാഹ് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ റഹ്മാനേ അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം أستغفر الله العليم 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 അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ ഇസ്തിഗ്ഫാറുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിമകളാണ് ഞങ്ങളെ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് പാപങ്ങൾ പൊറുക്കല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കാരണത്താൽ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ ഞങ്ങൾ ചെയ്ത തിന്മകളുടെ കാരണത്താൽ ഞങ്ങളെ ഭാര്യ മക്കളെ കുടുംബക്കാരെ നീ പരീക്ഷിക്കല്ല അല്ലാ ശിക്ഷിക്കല്ല അല്ലാ ഇൻഷാ അല്ലാഹ് അല്പം ദുആ ചെയ്ത് മജ്‌ലിസ് അവസാനിപ്പിക്കാം الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد അർഹമുർ റഹീമീനായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് ഞങ്ങൾ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ റഹ്മാനേ സ്വീകരിക്കണേ പടച്ചവനെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ഉമ്മമാര് ഉപ്പമാര്
സഹോദരി സഹോദരന്മാര് പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് മജ്ലിസിൽ ഇരുന്ന് ദിക്ർ ചെല്ലുന്നത്, ഖുർആൻ ഓതുന്നത്. ആ ഉദ്ദേശം നിറവേറ്റണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ, ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. പല പല അസുഖങ്ങൾ മാറാൻ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാര്, അല്ലാ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ കൊടുക്കണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ, ഷുഗർ, പ്രഷർ, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ചെവിവേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴം, വൃക്കക്ക് അസുഖം, കിഡ്നിക്ക് അസുഖം, തലച്ചോറിന് പ്രശ്നം, രക്തത്തിന് പ്രശ്നമുള്ള ആളുകൾ എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ ശിഫ കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ നിന്റെ മഹദ് ഫളില് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ആ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ. എത്രയോ ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ആത്മഹത്യയുടെ വക്കില് പോലും എത്തിയിട്ടുണ്ട്. സ്വന്തം വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, നാട് വിടേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര ഉമ്മമാരാണ്, ഉപ്പമാരാണ് സങ്കടം പറയുന്നത്. കടത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ. കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. കടമുള്ളവർക്ക് അത് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളാണ്. ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, ഓലമേഞ്ഞ വീട്ടിൽ കഴിയുന്ന ആളുകൾ, നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണം പടച്ചോനെ. പടച്ചവനെ, എത്ര മക്കളാണ് വിവാഹപ്രായമെത്തി ശരിയാവാതെ പ്രയാസപ്പെടുന്നത്. ആ മക്കൾക്കൊക്കെ നല്ല ഇണകളെ കൊടുക്കല്ല, നല്ല വിവാഹ ജീവിതം കൊടുക്ക് റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കല്ല. ഞങ്ങളെ മക്കളെ സ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. എത്ര മക്കളാണ് ലഹരിക്ക് അടിമപ്പെട്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് അതാ മോശമായി പോകുന്നത്. അത്തരം സ്വഭാവങ്ങളെ തൊട്ട്, ദുഷിച്ച ശീലങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. നല്ല സൽമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള മനസ്സും തൗഫീക്കും കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല ബുദ്ധി കൂർമ്മത നൽകണേ അല്ലാ. ഈമാനും അച്ചടക്കവും സൽസ്വഭാവവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. പഠിച്ച മക്കൾക്ക് ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുത്ത് റഹ്മാനെ അനുഗ്രഹിക്കണം റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുത്തല്ല അല്ലാ, ജോലിയില്ലാതെ ഒരാളെയും കഷ്ടപ്പെടുത്തല്ല അല്ലാ. പടച്ചവനെ, എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് ഭർത്താവിന്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്നവർക്കൊക്കെ നല്ല ജീവിതം കൊടുക്കല്ല, സൽസ്വഭാവം കൊടുക്കല്ല. മോശമായ സ്വഭാവങ്ങൾ അകറ്റി കൊടുത്ത് നല്ല ഐക്യത്തോടെ, അന്തസ്സോടെ, റാഹത്തോടുകൂടെ ഹാപ്പിയായി ജീവിക്കാനുള്ള ഭാഗ്യവും അവസരവും കൊടുക്കല്ല. അർഹമുറാഹിമീനായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട് പോറ്റി വളർത്തിയ കഷ്ടപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കള്, അതേ ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര്, അതുപോലെ തന്നെ ഞങ്ങളെ മക്കള്, ഞങ്ങളെ കുടുംബക്കാര്, ജ്യേഷ്ഠന്യന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ ഭാര്യ ഭർത്താക്കന്മാര്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, അയൽവാസികള്, കൂട്ടുകാര്, മുത്തുമുഅ്മിനീങ്ങളുണ്ട് പടച്ചോനെ. അതുപോലെ തന്നെ ഞങ്ങളെ വല്ലുമ്മമാര്, ഭക്ഷണം തന്ന ആളുകള്, ഈ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട്, കൂട്ടുകാര്, സ്നേഹിച്ചവര്, അല്ലാഹ് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും കൊടുക്കല്ലാ. അതിനെ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ മഹാന്മാരെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങൾക്ക് 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് കൊടുക്കല്ലാ, ഞങ്ങളെ കുടുംബക്കാർക്ക് നൽകി
നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കല്ല, ഞങ്ങളെ സ്വഭാവം നന്നാക്കല്ല, ആ ബറക്കത്ത് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ല, സിഹർ കണ്ണേറുകളെ തൊട്ട് മാരണത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കല്ല, സുയാലുക്കളെ തൊട്ട് കാക്കല്ല. പടച്ചവനെ പൈശാചികമായ ശർറിനെ തൊട്ട് കുഫറിനെ തൊട്ട് കാക്കണം ഞങ്ങളെ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകല്ല, ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കല്ല. ഞങ്ങളെ എല്ലാ മേഖലയിലും ബർക്കത്തും നിന്റെ കാവലും നിന്റെ സഹായവും നിന്റെ സംരക്ഷണവും നൽകണേ റഹ്മാനെ. ആഫത്ത് മുസീബത്ത് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാത്തോളണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശയിൽ കടക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്ക്, സ്വർഗമാക്ക്, സന്തോഷത്തിലാക്ക്, റാഹത്തിലാക്കി കൊടുക്കല്ല. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ല. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല. നരകത്തിനെ തൊട്ട് കാക്കല്ല. അർശിന്റെ തണലും ഹൗദുൽ കൗസറും നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റജിയാലെ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. إن شاء الله ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഉച്ചക്ക് 1 മണിക്ക് നല്ല ഒരു അടിപൊളി വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിലും എല്ലാവരും പങ്കെടുക്കുകയും ആ വിഷയം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. നിങ്ങളെ മക്കളെയോ പേരക്കുട്ടികളെയോ ദർസ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമാണ്, അല്ലാതെ അവരെ ചെലവ് കഴിഞ്ഞു പോകും അങ്ങനെയല്ല. നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിച്ച എൻ്റെ പിതാവ് മുദരിസായ ഉസ്താദായ ദർസുണ്ട്, അതിലേക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾ പറഞ്ഞേക്കണം. നിങ്ങളെ മക്കളുടെ സ്കൂൾ ചെലവും മറ്റുള്ള ചെലവുകളൊക്കെ നമ്മൾ എടുക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ ആലിമീങ്ങളാക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിൽ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.